ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പം നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ Insta360 ചെസ്റ്റ് മൗണ്ട് ആണ്. ഇത് ഇവിടെ ഇന്ത്യൻ പ്രൈസ് 4,500 വരും. നമ്മൾ UK എടുത്തതാണ്. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോക്സിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും ഇത് കാണുന്നത്. ഇതിൻ്റെ എക്സ്ട്രാ ഒരു ബിറ്റാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. മറ്റേത് പോയി കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മാനുവൽ കാർഡ് വരുന്നത്. നമുക്ക് അറിയാം, ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്തുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ എന്താണെന്ന് അറിയാം. ഓക്കെ, ഇത്രയും കൂടി നമ്മുടെ ബോക്സിൻ്റെ അകത്ത് വരുന്ന സംഭവങ്ങൾ. ഈ കവറിലാണ് ഇത് വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ ചെസ്റ്റ് മൗണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു സാധനം കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഗ്രിപ്സ്. നമ്മൾ ഇതിടുമ്പോഴത്തേക്കും ക്യാമറ അൺനെസസറി ആയിട്ട് ഷെയ്ക്ക് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റബ്ബറി ഒരു ഡോട്ട്സ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ക്യാമറ ഇതിനുള്ളിലാണ് വെക്കുന്നത്. ഇതിൽ വെക്കുന്നത് നമുക്ക് ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു ബിറ്റ് കണ്ടില്ലേ, ഇതിലാണ് നമ്മൾ ടൈറ്റൻ ചെയ്ത് ഇത് ലോക്ക് ചെയ്ത് വെക്കും. ജസ്റ്റ് പിന്നെ നമ്മളിത് വർക്ക് ചെയ്യാൻ പോകുന്ന ഈ ബൈക്കിലാണ്. അപ്പോൾ ഇന്നത്തെ ഫുൾ ബിൽഡിങ് ഈ ബൈക്കിന്മേലെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയുടെ പ്ലേസ്മെൻറ്റും ഒക്കെ ഞാനിതിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത് നമ്മളിത് Insta360 ക്യാമറ വെക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മളിത് ഈ ഒരു സാധനത്തിൽ നമ്മളിത് പ്ലേസ് ചെയ്യുകയാണ്. ജസ്റ്റ് ഇത് ടൈറ്റൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ടൈറ്റൻ ചെയ്ത് സെക്യൂർ ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ക്യാമറ സെൻറ്ററിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ സാധനത്തിൽ ചെയ്തു. നമ്മുടെ ക്യാമറ നമ്മൾ വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഒരു അപ്രൈറ്റ് പോസ്റ്ററിലാണ് നമുക്കിത് കിട്ടുന്നത്. പക്ഷേ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിൻ്റെ സ്ക്രീൻ കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഇപ്പം റെക്കോർഡ് ചെയ്യുന്നതാണ്.